കണ്ണാപ്പി പണി എന്തോണ്ടോന്ന് അന്വേഷിച്ച് വന്നിക്കണ്. പണിയൊന്നുമില്ല ഗൈസ്, എല്ലാ വണ്ടികളും ഇവിടെ കിടക്കണ്ട്. നോമ്പായി കഴിഞ്ഞാൽ ട്രിപ്പൊന്നുമില്ല. മൻസൂർ വണ്ടി എന്തൊക്കെയാ കാട്ടണമെന്ന് വന്നത് ഉള്ളിൽ കയറിയുണ്ട്. കണ്ണാപ്പി എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? പിന്നെ കണ്ണാപ്പിൻ്റെ കല്യാണം ഉണ്ട്, ഒക്കെ അടുത്ത മാസമാണ്. ഉഷാറാക്കണം. എന്താ കണ്ണാപ്പി ക്യാമറയ്ക്ക് നോക്കി? ഇത് യൂട്യൂബിൽ ഒരാളാട്ടോ. നിങ്ങളെ വത്തക്ക കളിക്കണ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം, ഇനിയും ചെയ്യണം, നല്ല രസമുണ്ട് എന്നൊക്കെയാ പറയണത്. അങ്ങനെ 34 അല്ലറ ചില്ലറ പണികൾക്കായിട്ട് വണ്ടി കൊണ്ട് നീക്കിയിട്ടുണ്ട്. മൻസൂർ തകൃതിയായ പണിയിലാണ്. ഇതാണ് നമ്മുടെ ഖുറൈശി. കണ്ണാപ്പി ഉണ്ട്, ഫോൺ കോളിലാണ്. കണ്ണാപ്പി വേണം വണ്ടീൻ്റെ അടുത്ത് നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ലൂസിയാനോ ഉണ്ട്, മാഫിയ ഉണ്ട്, ഡോൺ ഉണ്ട്, ഡാനി ട്രിപ്പ് പോയതാണ്, ബ്ലാക്ക് മാനും പോയതാണ്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. മയുള്ള ലോകമേ. പ്രണവേട്ടൻ ട്രിപ്പിന് പോയ ഗ്യാപ്പിൽ പ്രണവേട്ടൻ്റെ വണ്ടി നന്നാക്കുന്ന മൻസൂർ. പ്രണവേട്ടൻ പോലും അറിയുന്നുണ്ടാവില്ല ഇത്. പ്രണവേട്ട വീഡിയോ കാണുകയാണെങ്കിൽ മൻസൂറിന് ചായ വാങ്ങി കൊടുക്കണം. മെനക്കെട്ട് പണിയെടുക്കണ്ട്. അരമണിക്കൂറായി. എന്താ പണിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നമ്മളെ 34 ഉണ്ട്. ഖുറൈശി. കണ്ണാപ്പി വീണ്ടും ഫ്രെയിമിൽ. എங்கே നോക്കിയാലും കണ്ണാപ്പി. നമ്മളെ രാമനാട്ടിലെ ഒരു സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോവാണ്. ഹലോ ഗൈസ്, കാറായിട്ടല്ല കേട്ടോ പോണേ, അതാ ചുള്ളനായിട്ടാണ് പോണത്. നമ്മളപ്പോൾ 2 റണ്ണിങ് ക്ലിപ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതാ ഖുറൈശി. അതെ, നോമ്പായുണ്ട് എല്ലാ വണ്ടികളും വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ട്രിപ്പ് എടുക്കലാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. അങ്ങനെ 34 കുറച്ച് റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് രാമനാട്ടുകരെത്തി. ഫജും മൻസൂറാണ് വണ്ടിയിലുള്ളത്. ഇനി കൊച്ചാപ്പി ഇവിടെ രാമനാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്ന് നമുക്ക് തപ്പി നോക്കാം. അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഏകദേശം എത്തിയിട്ട് വണ്ടി അങ്ങോട്ട് കയറാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് കയറ്റാൻ വിചാരിച്ച്. ഇതാ മൻസൂറുണ്ട്. ഒരു 15 മിനിറ്റ് ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കിയാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കണ്. ഇവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇടുത്തോ പറയുന്നുണ്ട് രണ്ടാളും. ചിക്കുട്ട പോവല്ലേ? ചിക്കുട്ട കുലുക്കി അടിക്കാനുള്ള പോക്കാണ്. അങ്ങനെ കൊച്ചാപ്പിനെ ചാമ്പി. ചിക്കുട്ട കൊച്ചാപ്പിന് വേണ്ടിയിട്ട് പോകണ്ട്. നമ്മളങ്ങനെ ഒരു മിനിറ്റ് കാറേരൊക്കെ ദിശ മാറ്റി വിട്ടേക്കണേ. ദീപക്കൻ എടുക്കലേ. വാ എന്താണ് ഗൈസ്, അവിടെ നിന്ന് ഒരു ബൈക്ക് എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റിയപ്പോൾ ഇവിടെ പോകാം. അങ്ങോട്ട് ചിലപ്പോൾ കയറി പോയിരിക്കും. ഇങ്ങോട്ട് ഇറക്കുമ്പോൾ മിക്കവാറും അടി തട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കേറേ നമ്മൾ മൻസൂറിനെ നോമ്പെന്ന് മിക്കവാറും പറയും. കുറച്ച് മെനക്കെട്ടിക്കണ്. പിന്നെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് ആരോടൊന്നും പറയാനുമില്ല. പൊന്തിക്കണാ കുറച്ച്
ഫുൾ കറക്റ്റ് കുറേ മഞ്ഞ കളർ കോഡുകൾക്ക് ഇടയിൽ ഒരു വെള്ള കളർ കോഡുള്ള വണ്ടി. അതെ, ഈ വണ്ടി വരുന്ന കണ്ടിട്ടാണ് നമ്മളെ ഈ വണ്ടി വരുന്നതാണ്. സംഭവം 34 സീറ്റും തന്നെയാണ്. പക്ഷെ നമ്മളെ 34 പറയുമ്പോൾ ടൂറിസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ലൈൻ വണ്ടി പോണോടത്ത് കൂടെ നമ്മൾ ടൂറിസ്റ്റ് പോകില്ലല്ലോ സ്വാഭാവികമായിട്ടും. ചിലപ്പോൾ ലൈൻ ബസ്സിനായിരിക്കും ടൂറിസ്റ്റിനെക്കാളും സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ടാവുക, എന്നാലും പോവില്ല. നമ്മുടെ ഈ കൊമ്പും കാര്യങ്ങളും ഒക്കെ നോക്കി കുറച്ച് ടാസ്ക്കാണ് കൊണ്ടുവരാനായിട്ട്. കുറച്ച് അധികം ടാസ്ക് എടുത്തിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. മൻസൂറൊക്കെ നോമ്പ് വെച്ചിട്ട് നോമ്പ് ഇപ്പം മുറിഞ്ഞുണ്ടാവും, വെള്ളം കുടിക്കേണ്ടി വരും. കഴിഞ്ഞിക്കണ്. മൻസൂർ ആയകാലം സ്റ്റാഫ് റൂം ഇതൊന്നും കണ്ടില്ല. മൻസൂർ നല്ല കെട്ടിട്ട ചൂരിലൊക്കെ ഉണ്ടാവേ. പ്ലാസ്റ്റിക് രാമനാട്ടുകര നഗരസഭ മലയാളം അറിയട്ടോ. ഏതോ കുട്ടീന്റെ പൗച്ച് കിട്ടിയിട്ട് അതും കട്ട്. പണ്ടത്തെ കൂളറുണ്ട്, പക്ഷെ വെള്ളമില്ല. കൂളർ അപ്പുറത്ത്. മൻസൂറേ ഏതെങ്കിലും കുട്ടീൻ്റെ ആവും, പാവ ഇവിടെ വന്ന് തരുമോ? കിട്ടിയവിടെ തന്നെ ഇട്ടിക്കണിട്ടാ ഗൈസ്. സ്കൂളാണ് സത്യം. നമ്മളെ ടീംസ് എല്ലാം കയറുന്നുണ്ട്. ആ കയറിക്കോളി. സ്നാക്സ് ബോക്സിൽ എന്താ ഉണ്ടോ? ഒന്നില്ല, തിന്ന് തീർത്ത് അവിടെ പോയി അടങ്ങിയിരിക്കും. ഓരോ സീറ്റിൽ അടങ്ങിയിരിക്കട്ടോ. ആദ്യം ഇറങ്ങാനാ? ബിസ്ക്കറ്റ് പുറത്തു കൂടെ ഒന്ന് തല ഗ്ലാസ് ഒന്ന് നീക്കരുത്, അത്ര നീക്കാൻ മതിട്ടോ. അവിടെ എല്ലാവരും അടങ്ങി നിൽക്കട്ടോ. ഓ നല്ല കുട്ടിയാ. അസീമോ പ്രിൻസിപ്പൾ കണ്ട പ്രശ്നം മിണ്ടണ്ട അടങ്ങി. ആരും ഫുള്ള് കൊച്ചാപ്പിക്ക് ഇപ്പോഴാ ഒരേ പ്രായക്കാരെ കിട്ടേ. നല്ല പാട്ട് ഡാൻസ് വെച്ചു എന്നല്ല, വേറെ ബസ് മാറ്റി. ഇനി അവർക്ക് സ്ഥിരമായിട്ട് ഈ ബസ്സാ ആണ്. ഇതിലെ കുട്ടികൾക്ക് പാട്ടൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ബസ് മാറ്റിയതാ. കൊടുക്കും ഗൈസ്. സ്കൂളൊക്കെ വിട്ടാണ്ടിട്ട് ഒരു നൊസ്റ്റാൾജിയ ഫീൽ മച്ചന്മാരെ. എത്ര കാലം മുന്നേ ആണ് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ട്. ഓ നൊസ്റ്റ് അടിക്കാനായിട്ട്. നമ്മളെ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാട്ടോ അത്, ഭവൻസ്. 7ാം ക്ലാസ് വരെ അവിടെ ഇനി ആ മലേൻ്റെ മുകളിൽ. അതൊരു അടിപൊളിയായി പോയി. ഒരു വോക്കലിന് സ്കൂൾ നിങ്ങളെത്താന്ന് സ്കൂൾ ബസ്സിന് വോക്കലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. അതാ ഞാൻ നോക്കണേ. ഇതിന് 2 പ്രഷർ മട്ട് വെച്ചാലോ? ഡൈനാട്ടൊക്കെ വെക്കാ. നാളെ കല്ലമ്പാറ കിട്ടാ. ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി വരും. ഫാനാ? നമുക്ക് ഇഷ്ടായോ? എങ്ങനെയുണ്ട് സീന? ഈ എത്രാം ക്ലാസ്സിലാ? 7ലോ? ഈ എൻ്റെ പേര് എവിടെയാ? ഈ പോരണ ഞങ്ങളോടെ പോര്. ഇതില് കേറിക്കോ. എന്റെ പേര് എവിടെയാ? അല്ലോ അങ്ങോട്ട് പോകാൻ കഴിയില്ലടാ. രാമനാട്ടർ വരെ പേരാണെങ്കിൽ. ആ അടുത്ത സ്കൂൾ ട്രിപ്പ് ചെയ്യ് പറഞ്ഞോ.
പിള്ളേർക്ക് പാട്ട് വേണമല്ലേ, എൻജോയ് ചെയ്യട്ടല്ലേ. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ കുറെ കൊതിച്ചിനി, ഏത് സ്കൂൾ വണ്ടിയില് പാട്ട് വേണം, അടിച്ചു പൊളിക്കണം, ഒരു ദിവസം ഇങ്ങനെ ഒരു ബസ്സിൽ പോകണം എന്നൊക്കെ. നമ്മക്ക് എന്തായാലും പറ്റിയില്ല, നമ്മളെ കൊണ്ട് പിള്ളേർക്ക് പറ്റി. ഗൈസ് ഇവിടെ അടി കെട്ടും, ഒന്നുകൂടി ക്രോസ് എടുത്തോക്കാം. നിവർത്താൻ പറ്റൂല, ചെരിച്ച് കയറ്റണം. ആദ്യം ഒരു സൈഡ് പിന്നെ ഒരു സൈഡ്. ഓ ഒരു കട്ട ലൈറ്റ് പോയി, ഒരു ലൈറ്റ് പോയി അവിടെ പൊടിഞ്ഞു വീണ ഒരു പിങ്ക് കളർ ലൈറ്റ്. ആ ടാസ്ക് 1 കംപ്ലീറ്റഡ്. ബാക്കിലെ ഓട്ടോറിക്ഷ ഉണ്ട്, നോക്കിയൊക്കെ ഇറങ്ങുമ്പോ. ഒന്നുകൂടി പോരി. ഒന്നും ഇങ്ങോട്ട് തരി. ഒരു ലെജൻഡും ഏതാല്ലേ? കഴിച്ചിലായി പോകുന്ന ഗൈസ്. കറക്റ്റ് റോഡും കറക്റ്റാണ്. മുപ്പത്തിനാല് സീറ്റ് എല്ലാവരും സുഖമാണ്. 34 സീറ്റ് സുഖമല്ല, റോഡിനും സ്ഥലത്തിനനുസരിച്ചിരിക്കും. അതിനോട് എന്താ മൊയിലാളിന്റെ വക 3 മന്തി ഇട്ടു. ചെറിയൊരു പോസ്റ്റ്. ആവോ വലിയ ടാസ്കുകളൊക്കെ കഴിഞ്ഞു കഴിച്ചു. ടാസ്ക് കഴിച്ചു. ടാസ്കുകൾ കഴിഞ്ഞിരിക്കുന്നു. മെയിൻ റോഡിലേക്ക് എത്തി. കുറച്ച് ശ്വാസം വേണം. അവിടെ പോകാനുള്ള വഴികളൊക്കെ വീണ്ടും ടാസ്ക് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വേറെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റുന്നുണ്ട്. അതിൻ്റെ തിരക്കാണിത്. കൊച്ചാപ്പി ലീഡ് ചെയ്യുന്നുണ്ട്. ലീഡർ കൊച്ചാപ്പി.
പിള്ളേരൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ. നമ്മളപ്പോൾ എന്തായാലും നമ്മളതേമാതിരി വർക്കുള്ള വേറൊരു വണ്ടിയിലേക്ക് പിള്ളേരെ കയറ്റിയിട്ടുണ്ട്. ഇത് വേണ്ടല്ലോ, അതന്നെ മതി. അതിനുള്ളിൽ നിയോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഉസാറാണ്. ഇതാ ഗ്രീൻ ട്രാക്കിന്റെ ചുമല കളർ. ഇത് 24 സീറ്റാ? 4 സീറ്റ് മാർക്കോ പോളോ. ഹായ്, എന്താണ്? സ്വല്പം മുണ്ടാടി പോയിട്ട് സാറേ പോവാ. എന്തൊരു പ്രശ്നം? നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇതിൽ ഡ്യൂട്ടി എടുക്കണേ? അങ്ങനത്തെ പ്രശ്നം ആർക്കറിയാതെ ഫുൾ പോലീസൊക്കെയാണ് കേസ്. അങ്ങനെ നമ്മളെ നോമ്പ് കാലത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി എന്താ വെള്ളം കുടിക്ക. മുട്ടൊക്കെ പോയിക്കണ്. മുതലാളി ഇത് കാണണം. നല്ല ജീൻസൊക്കെ നശിച്ചു പോയി. എന്നാ പോവാ. ഇതായിരുന്നു അബ്ബാസ് എന്താ പോണ് ഗൈസ്. ഇവിടെ ബിരിയാണി കട എവിടെയാണുള്ളത്? എല്ലായിടത്തും ഫാൻസാണ്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഷെഡിലേക്ക് എടുക്കാനായി. 34 പോണതും അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നിപ്പോ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിണ്ടാവും അല്ലേ? ഇതേമാതിരത്തെ റോഡൊക്കെ ആണെങ്കിൽ ഓക്കെ, നല്ല സുഖമുണ്ട്. പാറിപ്പറത്ത് ഇങ്ങനെ പോവും. അതാ ഒരാള് കുടുങ്ങി. അയ്യോ ചേട്ടാ പോട്ടെ പോട്ടെ. ടാറ്റ പ്രൈമ. നീയല്ല പോസ്റ്റ് മൻസൂറ് ഷെഡിലേക്ക് വരുന്നോട് ചെറിയൊരു പാട്ടൊക്കെ ഇട്ടുണ്ട്. നമ്മളങ്ങനെ ഷെഡിലേക്ക് എത്തി. ഡോണുണ്ട്, മാഫിയ കണ്ട്. അങ്ങനെ ഡോണിന്റെ ഉള്ളിൽ കയറി. ഡോണിന്റെ LED വളരെ 2 പ്രോ അങ്ങോട്ട് നോക്കി. ഡോണേഷ് ഏതാ ചേച്ചി ഒരേ മൂഡ്. LED വാള് പറഞ്ഞാൽ വേറെ രസമാണ്. അങ്ങനെ വിഷ്വല് കണ്ടെടുക്കാൻ കുറച്ച് ലോങ് നോക്കണം. പക്ഷെ നിങ്ങൾക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ ഗ്രെയിൻസ് ഒക്കെ തോന്നും. പക്ഷെ നേരിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഇനി അടുത്ത കാര്യത്തിനാണ് അല്ലേ? ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ബിസിനസ്സുകൾ പലതരം. നമ്മൾ സാധനം എടുക്കാൻ വന്നാണ് ഹോട്ട് ബേക്കിലേക്ക്. അങ്ങനെ ഹോട്ട് ബേക്കിൽ ഇതാ നോമ്പായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇവിടേക്ക് സാധനം എടുക്കാനേ നമ്മൾ നേരത്തെ പോയിണ്ടായിന്. ഇതാ പരിപ്പിട്ടില്ല, സോറി.
ഇവിടെ ഈ വക സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നോമ്പായിട്ട് എല്ലാവരും വന്നോളി പോന്നോളി. ബോസ് ഉണ്ട്. ഇയാളെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫേമസ് ആണ്. തൃശ്ശൂർ കോഴിക്കോട് കിങ് ആണ്. പുതിയ പരീക്ഷണത്തിലാണ് നമ്മളെ കൊച്ചാപ്പി. ഇത് ടൂറിസ്റ്റ് ബസ്സിലെ മെയിൻ, ഇത് നമ്മളെ പ്രൈവറ്റ് ബസ്സിലെ മെയിൻ, ഇത് നമ്മളെ മെയിനില് മെയിൻ. അപ്പൊ പൊക്കി തരാം. ഇട്ടോ പോണേ. എന്താ ചിക്കോട്ടെ ഒരു ഐസ് പിടിക്കാനുള്ളതില്ല എനിക്ക്. ഒരു മൂടി മാത്രം ഉണ്ടല്ലോ. ഐസിന് ഭയങ്കര തണുപ്പാണല്ലേ. കേട്ടോ ഓഫ് സീസൺ ആയാല് ഇങ്ങനെ ഓരോ പരിപാടി, ഈ സീസൺ ആയാല് സ്റ്റിയറിംഗ് വെള്ള പരിപാടി. അതെ, ഇനി പണിയില്ലെങ്കിൽ കുഴപ്പമില്ല, പൈസ മാത്രം മതി. നല്ല ഹലീം ആണെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഇതാ മട്ടൻ ഹലീമും ചിക്കൻ ഹലീമും ഉണ്ട്. പോന്നോളി. കൊച്ചേട്ടൻ്റെ പുതിയ കലാവിരുത് കാണിക്കാൻ വിളിക്കണ്ട്. നോക്കിക്കളാ. ഈ വ്ളോഗ് എപ്പോ തുടങ്ങിയതാ അറിയോ? ഷെഡിന്ന് വണ്ടിയായിട്ട് പോന്നപ്പോ തുടങ്ങി കേട്ടാ. അപ്പൊ രാവിലെ വേറെ ഡ്യൂട്ടി, രാവിലെ സ്കൂൾ ട്രിപ്പ് ഉണ്ടായിനി. രാവിലെ അല്ല ഉച്ചക്ക്. എന്തോ കിളി പറത്തണ സാധനം എന്നൊക്കെ പറഞ്ഞ് അടിക്കണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, അല്ലാതെ എരും മധുരവും പുത്തലൊന്നല്ല. സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. അത് ലോലൻ. ചിക്കോട്ട പേര് കണ്ടുപിടിച്ചത് ലോലൻ. കസ്കസ് ഇടറാ. ബസ് പോണ ജ്യൂസ് അടിക്കാൻ ഈ ബസ്സിൽ തന്നെ പോയിക്കോന്ന്. ടെസ്റ്റിംഗ് ആണ്. നമ്മളും ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. എന്താ കൂട്ടത്തിന്റെ പേര്? ലോലൻ. ഒരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലെ ഒരു എനർജി ഡ്രിങ്ക്, അത്രേ ഉള്ളൂ. അതെ, ലോല രസമുണ്ട്. കുട്ട എന്തോ ഒരു സ്പെഷ്യൽ വിഭവമൊക്കെ ഉണ്ടാക്കിയാണ്. ഒന്ന് പൊന്നിച്ചേക്കൂട്ടെ. കാണാൻ ലുക്കൊക്കെ ഉണ്ട്. ഇത് കുളിക്ക ഇജ്ജ് കുളിക്കടിക്കണ്ട്. അത് അതിന് പറ്റിയ മൂടിയൊന്നും അല്ലെങ്കിൽ ഒന്നായിട്ട് ചിക്കുട്ട തലേക്കൂടെ ഒക്കെ കൂടി പോരുട്ടാ. നല്ലത് അമ്മട്ട് അമരണ്ടേ. ആ നടക്കൂല, അത് നടക്കൂല. ചിക്കുട്ട എല്ലാരും ഉണ്ടാക്കി കുടിപ്പിക്കണ്ട്. സാധനം രസമില്ല തോന്നണ്ടേ, അതാണോ ഉണ്ടാക്കി കുടിപ്പിക്കണേ. ആശാൻ പിന്നെ എന്തായാലും നല്ല കിട്ടില്ല സാധനം. ഇവൻ എന്തൊക്കെയാ അതിലൊക്കെ ഒഴിക്കണേ. അത് സോഡയൊന്നും വേണ്ട, അത് ഒഴിച്ചാ മതി. സോഡയില ഒഴിച്ച രസം ഉണ്ടാവൂല. ഏത് ഇപ്പേ ഓ നോമ്പിനാളല്ല. നിങ്ങളിതൊന്നും കുടിച്ചിട്ട് ഇവിടെ എങ്ങനത്തെ സാധനം വിചാരിക്കണ്ട അല്ലേ. ഇല്ല, ഇവിടെ ഉള്ള സാധനങ്ങള് വേറെയാണ്. ഇത് ഞങ്ങള് വേറെ ഓരോ പരീക്ഷണങ്ങള് വേറെ ചെയ്യണതാണ്. ഇവിടെ ചിക്കുട്ട സ്പെഷ്യൽ എന്തൊക്കെയാടാ? കരിമുറുക്കാൻ, ഐശ്വരതി, ലോലൻ. ലോലങ്ങൾ നേരത്തെ കണ്ടല്ലോ ആ സാധനം. പിന്നെ ഉപ്പിലിട്ടത്, മസാല വെച്ചത്, പല വക. ചിക്കുട്ട ഇത് കുടിക്കണേ മാത്രമല്ല കേട്ടോ, വ്ളോഗ് നിറയെ. ചുണ്ടെരിയാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ?
സ്ട്രോ ഇടണം. ഇത് ചാമ്പിയല്ലടാ പൈനെ. ബായ് പാവം ഇപ്പൊ എന്തോ വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ട്. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനത്തിൽ നമ്മളിന്ന് പ്രകാശ് പോവാണ്. ചെറിയൊരു ഡെലിവറി ഉണ്ട്, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ മൻസൂർ വണ്ടീൻ്റെ പണിയൊക്കെ അതാ പെട്ടെന്ന് കഴിച്ചേക്കാണ്. ഇന്നിപ്പോൾ സ്കൂൾ കുട്ടികളായിട്ട് പോയെന്നാണല്ലോ. അപ്പോൾ ചടപടേ എന്നൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. അഫ്രി അവിടെ വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ. അഫ്രി ഉണ്ട്. നമ്മളാകെ കുറച്ച് ആൾക്കാരെ പോകണുള്ളൂ. 49 സീറ്റ് ഇപ്പോൾ ഡെലിവറി നാളത്തേക്ക് എടുക്കാമെന്നുള്ള ലെവലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ATP ഇറക്കാം. ഇതാ അഫ്രി വന്നിട്ടുണ്ട് പോകാൻ സെറ്റായിട്ട്. അതെ, വേറൊന്നല്ല, അഫ്രീനെ നാളെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞയക്കണം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അഫ്രി പ്രകാശ് കണ്ടില്ലാറിന്. അഫ്രേ അപ്പോൾ അപ്പല്ല കുയ്യപ്പം കുയ്യപ്പൊക്കെ പോണം. ഇങ്ങനെ രോമാഞ്ചാണ്. ഓഫ്രിക്ക് രോമാഞ്ച കഞ്ചുകാണ്. അത് രോമാഞ്ചായതാ. നോമ്പറന്നോ? നോമ്പൊക്കെ തുറന്ന് ഹോട്ട് ബൈക്കിലെ കച്ചവടത്തിൽ ഒരു സഫറി ഉണ്ടായിനി. പിന്നെ അഫ്രിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ല. അഫ്രി മുങ്ങി. മൻസൂറാണ് മെണ്ണക്കെട്ട് തുടക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അഫ്സൽഖാന്റെ കൂടെയാണ് നൈറ്റ് പോണത്. അഫ്സൽഖാൻ ടൈം എടുത്ത് വിടുവോ? കമ്പനിക്കാരാണ്, ചെങ്ങായിമാരാണ്, ഓര് വരാണ്ടതൊന്നും അഫ്സൽക്ക് വെക്കൂല. ഇവർ അതിനോടുള്ള ചടപടേ ഓട്ടത്തിലുള്ള പണിയിലാണ്. ഇത് പിന്നെ ഒരു സുഖമുണ്ട്. കൂട്ടത്തിൽ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് തീരുന്നു മനസ്സിലിങ്ങനെ തോന്നും. തീരൂല. ഈ സ്റ്റീലൊക്കെ കണ്ടങ്ങള് ഇത് എത്താണ് ഓജസ് പറയാനെ വേണം കേട്ടോ. വേറെ ലെവല് സാധനമാണ്. അതിപ്പോ തുടക്കണോണ്ടാണ് ഒരു ഇത് നിങ്ങൾ നോക്കണ്ട. സ്റ്റീല് നിറയ്ക്കണമെങ്കിൽ വേണ്ട, ഉള്ളില് കണ്ണാടീന്റെ ആവശ്യമില്ല. പക്ക കേട്ടാ. ഓജസിന്റെ സ്റ്റീലിന്റെ പ്രത്യേകത അതാണ്. കിഡില്ല സ്റ്റീൽ പറഞ്ഞാൽ കിഡില്ല സ്റ്റീല്. നമ്മൾ ഇതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നാൽ അതേമാതിരി കാലകാലം ഉണ്ടാവും. ഇല്ലെങ്കിൽ ചോറിച്ചരിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ കൊണ്ടുനടക്കുന്ന അനുസരിച്ച് ഉണ്ടാവും. പക്ക സ്റ്റീല്. ഓജസിനെ ആണ് നമ്മൾ നല്ല പറയണത്. പക്ഷെ പോണേ നമ്മൾ പ്രകാശിക്കണേ, വേറെ കാര്യം. കുറ്റം പറയല്ല, പണിയാണ്ട് കയറ്റിട്ടുണ്ടേ. ആടിട്ടാളിന്നേ